ഡിയേഴ്സ് എസ് സി ടിയുടെ സ്പോട്ട് അഡ്മിഷൻ നാളെയാണ് കേട്ടോ നടക്കുന്നത്. 12/9/2024 നടക്കുന്നത്. സോ 12 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ ഹാജരാവുക. ഇവിടെ റിസർവേഷൻ സീറ്റുകൾ അല്ലെങ്കിൽ വേക്കൻസി വന്നേക്കുന്ന സീറ്റുകൾ 10-ാം തീയതി വരെയുള്ളതാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിനുശേഷവും ചിലപ്പോൾ സീറ്റ് വേക്കൻസി വന്നിട്ടുണ്ടാവും, കാരണം സ്പോട്ട് നടക്കണ്ടായിരുന്നു. സോ വേറെ എന്തെങ്കിലും സ്പോട്ടുകളിൽ ഈ കോളേജിൽ നിന്ന് പോയിട്ടവരുണ്ടെങ്കിൽ ആ ഒരു സീറ്റും കൂടി ഇതിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിലവിൽ 10-ാം തീയതി വേക്കൻസി അനുസരിച്ചിട്ട് ബി ടിയിൽ സ്റ്റേറ്റ് മെറിറ്റിലൊരു സീറ്റും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫുൾ ഫീസിൻ്റെയാണ് കേട്ടോ. 7 സീറ്റുണ്ട്. CL സ്റ്റേറ്റ് മെറിറ്റും MU 1 മാനേജ്മെൻറ്റിൽ 2, CS 2 സീറ്റ് വെച്ചിട്ട് ഈഴവ SCയിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ 1 സീറ്റും, ECക്ക് 1 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റും 3 സീറ്റ് മാനേജ്മെൻറ്റിലുണ്ട്. MAയിൽ 2 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് 1 സീറ്റ് MU, VKയിൽ 1 സീറ്റുണ്ട്. അങ്ങനെ പിന്നെ മാനേജ്മെൻറ്റിൽ 3 സീറ്റുണ്ട്. മെക്കാനിക്കലിന് 1 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിലും 10 സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലിങ്ക് റണ്ണിങ് പോകുന്നുണ്ട്, BTech സ്പോട്ട് അഡ്മിഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനും ഉണ്ട്. പിന്നെ ഇവർ ഒരു ആപ്ലിക്കേഷൻ ഫോം പറയുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതും നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ടും ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ വന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്താലും അവിടെ ചെന്നിട്ട് 12 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ നേരിട്ട് ഹാജരാവണം. 12 മണി കഴിഞ്ഞാൽ നിങ്ങളെ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല. നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, സ്പോട്ട് അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം BTech എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ കീമിൻ്റെ ഡേറ്റ ഷീറ്റും അതുപോലെ തന്നെ +2 മാർക്ക് ലിസ്റ്റൊക്കെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 12 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ടിൽ പങ്കെടുക്കാൻ നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എത്താം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അത് കണ്ടുപിടിച്ച സ്പോട്ട് റാങ്കിൽ നിന്ന് നിങ്ങളെ ഔട്ടാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ട് റാങ്ക് തയ്യാറാക്കുന്നത് അവിടെ വന്നേക്കുന്ന കുട്ടികളിൽ നിന്ന് കീമിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഒരു 12-ാം തീയതിത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി DTയുടെ സ്പോട്ടും ഒക്കെ നടന്നതുകൊണ്ട് ചിലപ്പോൾ വേക്കൻസി കൂടുതലുണ്ടെങ്കിൽ അതും കൂടി ആ ഒരു ഇതിൽ തന്നെ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളെ റാങ്ക് അനുസരിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ് ഏതാണോ അത് പറയുക, അതനുസരിച്ചിട്ട് അലോട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഫീ കൺസെഷൻ ഉള്ളവർ 1000 രൂപ അടച്ചാൽ മതി കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഫീസ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ബാക്കി അടച്ചാൽ മതിയാവും. All the candidates who get allotment during the spot admission should remit a token fee of 10K to confirm their seat, which will later be deducted from the total course fee when they form to join the college. അതായത് ഈ 10,000 രൂപ നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്കി ഫീസ് അടക്കുമ്പോൾ അത് കുറച്ചിട്ട് അടച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ 12-ാം തീയതി ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് 12-ാം തീയതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 13-ാം തീയതി 3 മണിക്ക് മുമ്പായിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ആവശ്യമുള്ള ഫീസും അടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഫ് എ കാൻഡിഡേറ്റ് ഫെയിൽ ടു ജോയിൻ ദ കോളേജ് ബിഫോർ ദ ഡെഡ് ലൈൻ മെൻഷൻ അബോവ്, ദ അലോട്ട്മെൻറ്റ് ഓഫർ വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആൻഡ് സീറ്റ് വിൽ ബി അലോട്ടഡ് ടു എലിജിബിൾ കാൻഡിഡേറ്റ്സ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ 13-ാം തീയതി 3 മണിക്ക് മുമ്പ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ബാക്കി ഫീസും ഒക്കെ ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സീറ്റുകൾ കീം റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കീം റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവരെയും പരിഗണിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മുടെ +2 മാർക്കിൻ്റെ ബേസിലാണ്, +2 PCMൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഫോർ ദാറ്റ് സ്റ്റുഡൻറ്റ് ഹാവ് ടു റിപ്പോർട്ട് നീഡ് നോട്ട് രജിസ്റ്റർ ഓൺലൈൻ ദ കോളേജ് ബിഫോർ 3 PM 12 what fill the printout of the spot admission application form available in the end of the document and copy of +2 mark sheet. Please be informed that non-KEAM allotment process will be conducted only if seats are available after KEAM spot admission conducted 12 noon എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഈ കീമിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കീം എഴുതാത്തവരെയും അല്ലെങ്കിൽ കീം റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവരെയും പരിഗണിക്കും. അപ്പോൾ അത് ഈ ഒരു ദിവസം തന്നെ നടത്തും, 12-ാം തീയതി തന്നെ നടത്തും. പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റിലുള്ളവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ്, അതായത് കീം റാങ്ക് ലിസ്റ്റിലുള്ളവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഇല്ലാത്തവരെ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. ഇതാണ് സ്പോട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് അവർ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതിൽ
റിസർവേഷൻ ടൈപ്പ് കീമിലുള്ള പോലെയാണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മെയിൽ ID, മൊബൈൽ നമ്പർ, അതൊക്കെ വിളിച്ചാൽ കിട്ടുന്നതൊക്കെ കൊടുക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ പോയാൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ചാൻസ് എന്നുള്ളത്. അപ്പോൾ മേ ബി നിങ്ങളെ വിളിച്ച് അറിയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ നമ്പറൊക്കെ വിളിച്ചാൽ കിട്ടുന്നത് കൊടുക്കുക. നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഹു ഈസ് അറ്റൻഡിങ് ദ സ്പോട്ട് അഡ്മിഷൻ, നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ആണോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലെറ്റർ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്തിട്ട് അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പകരം അവിടെ ചെല്ലാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്, പിന്നെ അങ്ങനെയുള്ള ആളാണെങ്കിൽ ആ ആളായിട്ടുള്ള റിലേഷൻഷിപ്പ്, +2ൻ്റെ മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്, PCMൻ്റെ മാർക്ക് ചോദിച്ചിട്ടുണ്ട്, ടോട്ടൽ ചോദിച്ചിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ബ്രാഞ്ചാണ് നിങ്ങൾ ഓപ്ഷൻ നോക്കുന്നത്, നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതേതാണ്, അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിക്ലറേഷൻ അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ സിഗ്നേച്ചർ എഴുതി, അതായത് പേര് എഴുതി സൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ. പിന്നെ ഇത് താഴെയുള്ളത് ഓഫീസിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ അവർ ആ ഒരു എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയേക്കണമെന്നുള്ളത് അത് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനിലുള്ളത്. നിങ്ങൾ വെബ്സൈറ്റ് ഒന്നുകൂടി കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്, താങ്ക് യു.